നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആർക്കും പിടികൊടുക്കാതെ രാഹുൽ ഗാന്ധി. കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ഒരു കോൺഗ്രസ് നേതാവിനും പിടികൊടുത്തില്ല. ആരാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ആർക്കും ഇതുവരെ പിടികിട്ടിയിട്ടുമില്ല. കെ.സി. വേണുഗോപാലാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എന്നൊക്കെ കെ.സി. അനുകൂല മാധ്യമങ്ങളും ഓൺലൈനുകളുമൊക്കെ അടിച്ചുവിടുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ആയിട്ടില്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുമായി ഏറെ അടുപ്പമുള്ള കെ.സി. വേണുഗോപാൽ പോലും അല്പമൊന്ന് ശങ്കിച്ചു നിൽക്കുകയാണ്. ഇനി തൻ്റെ പേരെങ്ങാൻ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആര് മുഖ്യമന്ത്രിയാകണമെന്ന അവസാന തീരുമാനം വരുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നാണ്. CPM-ൻ്റെ പോലെയോ മറ്റേതെങ്കിലും പാർട്ടിയുടെ പോലെയോ സംസ്ഥാനത്ത് തീരുമാനിക്കുന്ന പരിപാടിയൊന്നുമില്ല. 100 സീറ്റോ ഇനി 140 സീറ്റ് കിട്ടിയാൽ പോലും ആരായിരിക്കണം കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവും മുഖ്യമന്ത്രിയും എന്ന് തീരുമാനിക്കുന്നത് സാക്ഷാൽ ഹൈക്കമാൻഡ് തന്നെയാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് അതിന് സഹായകരമായി നെഹ്റു കുടുംബത്തോട് വളരെ അടുപ്പമുള്ള ചില ആളുകളും ഉണ്ടാകും. ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോർട്ടിൽ തന്നെയാണ് പന്ത്. ആര് എത്ര തലകുത്തി മറിഞ്ഞാലും രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നയാളെ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുകയുള്ളൂ. VD സതീശന് എത്ര കളിച്ചാലും രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ കയറാൻ കഴിയില്ലെന്ന വിശ്വാസമാണ് പല കോൺഗ്രസ് നേതാക്കൾക്കും ഉള്ളത്. കാരണം VD സതീശനോട് അധികം അടുപ്പം പുലർത്താത്ത ആളാണ് രാഹുൽ ഗാന്ധി. രാഹുലിന് താല്പര്യം VD സതീശനേക്കാൾ താല്പര്യം രമേശ് ചെന്നിത്തലയെയും കെ.സി. വേണുഗോപാലിനെയുമാണ്. അതുകൊണ്ട് തന്നെ VD സതീശൻ എത്ര ഓടിയാലും പടിവരെ മാത്രമേ ഓടുകയുള്ളൂ എന്നാണ് KPCCയിലെ ഒരു പ്രമുഖനായ നേതാവ് പറഞ്ഞത്. ഏതായാലും രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും ഒരുമിച്ച് നിന്ന് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് കേരളത്തിലെ കോൺഗ്രസിൽ നടപ്പാകും. ആർക്കും അതിന് എതിർപ്പ് പറയാൻ കഴിയുകയില്ല. ഇന്നലെ മഹാപഞ്ചായത്തിനായി എറണാകുളത്തെത്തിയ രാഹുൽ ഗാന്ധി ആരുടെ മുന്നിലും മനസ്സ് തുറന്നില്ല. തൻ്റെ മനസ്സിൽ കൃത്യമായ ചില കണക്കുകൂട്ടലുകളുണ്ടെന്നും അടുത്ത തവണ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളൊരു മന്ത്രിസഭ അധികാരത്തിൽ വരുമെന്നും ഉള്ള ശക്തമായ സൂചന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ ഗാന്ധി നൽകി. കാരണം AICCയുടെ സർവേയിലും വിലയിരുത്തലിലും അടുത്ത തവണ UDF ഭരണമായിരിക്കും കേരളത്തിൽ എന്ന് ഏറെക്കുറെ അവർ ഉറപ്പിച്ചു. ഏതാണ്ട് 4ഓളം സർവേകളാണ് AICC നേതൃത്വം ഇടപെട്ട് കേരളത്തിൽ നടത്തിയത്. അതിലൊന്നാണ് കനകോലുവിൻ്റെ സർവേ, മറ്റൊന്ന് പ്രശാന്ത് കിഷോറിൻ്റെ സർവേ, മറ്റ് 2 പുറമേയുള്ള ഏജൻസികൾ നടത്തിയ സർവേ. ഈ 4 സർവേയിലും UDF ഭരണം തന്നെ കേരളത്തിലുണ്ടാകും, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഭരണം തന്നെ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഹൈക്കമാൻഡ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഏറെക്കുറെ എന്നല്ല, ഹൈക്കമാൻഡിന് 100% ഉറപ്പാണ് CPM ഭരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല, തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകില്ല എന്ന്. അപ്പോൾ UDFനെ ആര് നയിക്കണം? കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും നിയമസഭാ കക്ഷി നേതാവ് എന്നുള്ള ചോദ്യത്തിന് രാഹുൽ ഗാന്ധി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല, മനസ്സ് തുറന്നിട്ടില്ല. ആരും മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വയ്ക്കണ്ട എന്ന് അസന്നിഗ്ധമായി രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം മോഹികളായി ആരും തൻ്റെ മുന്നിലേക്ക് വരണ്ട, ആ സമയമാവുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും ആരാണ് മുഖ്യമന്ത്രി എന്ന്. അതുകൊണ്ട് സമുദായ നേതാക്കളെ വെല്ലുവിളിച്ചു കിടക്കുന്ന VD സതീശനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളോ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വച്ചിട്ടാണ് ഈ പണിക്കിറങ്ങുന്നതെങ്കിൽ അത് 4 ചൂട്ടി കക്ഷത്തിൽ വെച്ചുകൊള്ളാനുള്ള കർശന നിർദ്ദേശം നൽകിയാണ് രാഹുൽ ഗാന്ധി എറണാകുളത്ത് നിന്നും മടങ്ങിയത്.